ദൃശ്യം 3യുടെ ക്ലൈമാക്സ് സാറിന്റെ കയ്യിലുണ്ടോ? ജിത്തു എന്റെ നല്ല സുഹൃത്താണ്. ഇന്ന് ദൃശ്യം സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത്. ജിത്തു എന്നോടുമായി സംസാരിച്ചിട്ട് തന്നെയാണ് അത്തരം ഒരു സ്ക്രിപ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ. ഇപ്പൊ ഡേ ടൈമിൽ മാത്രം പോലീസിന്റെ ഒരു ലൈസന്റെ സാന്നിധ്യം മോർച്ചയിലുള്ളൂ. രാത്രി സമയങ്ങളിലും എല്ലാം വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് തന്നെയാണ്. ബ്രോഡ് ഡെഡ് കേസുകളിലുള്ള പോസ്റ്റ്മോർട്ടം ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടാവും. കൂടത്തായി കേസ് കേരളത്തിൽ നടക്കുന്ന ഭൂരിഭാഗം ഈ അൺറിലേറ്റഡ് ഡോണറും നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഹോസ്പിറ്റലുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെയുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട മാഫിയയും ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഭർത്താക്കന്മാർ നിർബന്ധിച്ചിട്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി സ്ത്രീകൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷന്റെ കമ്മിറ്റിയുടെ മുന്നിൽ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നൈറ്റ് പോസ്റ്റ്മോർട്ടം പോപ്പുലർ ആക്കിയത്, സജീവമാക്കിയത് ഡോക്ടറാണെന്ന് കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലല്ല, കേരളത്തില് രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് ഞാനാണ്. അപ്പൊ ഒരു മർഡർ മറച്ചു വെക്കാൻ, ഒരു കൊലപാതകം മറച്ചു വെക്കാൻ, ഇതിനുള്ളിൽ ബോഡി ഉപേക്ഷിക്കാം കൊണ്ടുവന്ന് ആരും വിചാരിച്ചില്ല അത് ഹ്യൂമൻ സ്കള്ളായിരിക്കുമെന്ന്. അവിടെ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം പറയപ്പെടുന്നുണ്ട്, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പറയപ്പെടുന്ന ഒരു കാട്ട്. ഡോക്ടർ നെഗ്ലിജന്റ് ആണെങ്കിൽ ഏതൊരു ക്രൈമിനെ പോലെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടു നിർത്തണം ഡോക്ടറെ. നമ്മുടെ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ കേരളത്തിലും ഒക്കെ മറ്റും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. അപ്പൊ അതിന് ചെലവ് ആരെ വഹിക്കുന്നത്? ഇൻഷുറൻസ് കമ്പനിക്കാരും അതില്ലാത്ത ആളുകൾ വീട് വിറ്റും സ്ഥലം വിറ്റും സാമഗ്രികൾ വിറ്റിട്ടും കാശ് കണ്ടെത്തും. ഒരു ട്യൂബ്, ഈ റൈസ് ട്യൂബ് സിസ്റ്റർമാർ ഇട്ടത് 4 കൈയും കാലും പിടിച്ചിട്ടാണ്. പക്ഷെ ആ ട്യൂബ് പോയത് സ്റ്റൊമക്കിലേക്കല്ല, മറിച്ച് ഹൃദയത്തിലേക്ക്. പൊതുവെ മെഡിക്കൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാത്തൊരു മേഖലയാണല്ലോ ഫോറൻസിക്സ് എന്ന് പറയുന്നത്. ബട്ട് സാർ തിരഞ്ഞെടുത്തത് ഫോറൻസിക്സ് ആണ്, അതും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്. എന്തായാലും അതിന്റെ ഒരു കാരണം? ശരിയാണ്, പൊതുവെ ഡോക്ടർമാർ തിരഞ്ഞെടുക്കാത്ത ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഫോറൻസിക് മെഡിസിൻ. അത് ഫോറൻസിക് എന്നുള്ള വാക്ക് തന്നെ സംതിങ് ഇസ് റിലേറ്റഡ് ടു ജുഡീഷ്യറി എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഹോം അഫയേഴ്സുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നയപരമായ കാര്യങ്ങളും മറ്റും മുന്നോട്ട് പോകാനുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഒരുവിധം ശത്രുക്കളെ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന സബ്ജക്റ്റും കൂടുതലായതുകൊണ്ട് സ്വന്തം കൂടെ പഠിച്ചവർ പോലും ശത്രു ആവാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. അതുപോലെ തന്നെ ലോ എൻഫോഴ്സിങ് ഏജൻസി, പോലീസ് അടക്കമുള്ള അവരെയും ശത്രുപക്ഷത്ത് നിർത്തേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പൊ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഒരു ഭാഗത്തുണ്ട്. പക്ഷെ ഏതൊരു ഡോക്ടർ, ഏതൊരു സയൻസ് വിദ്യാർത്ഥിയും ആ സയൻസ് ആ കാലഘട്ടങ്ങളിൽ, ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രീ ഡിഗ്രി സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ എപ്പോഴും MBBS തന്നെയാണ്. ഏതൊരു ഡോക്ടറുടെയും പോലെ തന്നെ രോഗി പരിചരണം തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം. രോഗി പരിചരണം എന്ന് പറയുമ്പോൾ വിവേചനമില്ലാതെ എല്ലാവരും രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. രോഗികളെ ആശ്വസിപ്പിക്കാൻ, രോഗികളെ രോഗം ഒരു പരിധിവരെ മോഡിഫൈ ചെയ്യാൻ, ക്യൂർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ക്യൂർ ചെയ്യാൻ, ഇതൊക്കെ എൻ്റെയും ആഗ്രഹം തന്നെയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് സമൂഹത്തിന്റെ അസുഖത്തെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ടാണ് ഈ ഫോറൻസിക് മെഡിസിൻ എന്നുള്ള സബ്ജക്റ്റ് പോകുന്നത്. ഇന്റർവ്യൂ സമയത്ത് അന്ന് റേഡിയോതെറാപ്പിയും ഡിപ്ലോമ അനസ്തീഷ്യ, ഈ ഫോറൻസിക് മെഡിസിൻ, ഈ 3 സബ്ജക്റ്റിനുള്ളിൽ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് പകച്ചുപോയി. ഒട്ടും പഠനത്തിന് മുന്ന് MBBS എടുക്കുന്നതിനേക്കാളും മുന്നേ ഒട്ടും പരിചയമില്ലാത്തൊരു സബ്ജക്റ്റ്. MBBS പഠന കാലയളവിൽ വളരെ കുറച്ച് സമയം മാത്രം പരിചയമുള്ള ഒരു സബ്ജക്റ്റ്. അത് ഇഷ്ടവിഷയമായി അന്ന് തിരഞ്ഞെടുത്തത് ഈ സബ്ജക്റ്റിന് ഒരു ഡയമെൻഷൻ വേറെയാണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുള്ളത് കൊണ്ടാണ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഒരു പോലീസ് സർവീസിൽ താല്പര്യമുണ്ടായിരുന്നു. അത് MBBS കഴിഞ്ഞതിന് ശേഷം IPS അങ്ങനെ എന്തെങ്കിലും പോകാമെന്നുള്ളൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ ആകസ്മികമായി വന്ന ഒരു ആക്സിഡന്റ്, അത് ഫിസിക്കൽ ഫിറ്റ്നസ് കുറയ്ക്കുമെന്നുള്ളൊരു തോന്നൽ, പോലീസിന് ഞാൻ പ്രാപ്തനാവില്ല എന്നൊരു തോന്നൽ മനസ്സിൽ തോന്നിയതിൻ്റെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഫോറൻസിക് മെഡിസിൻ ഞാൻ കണ്ടത്. പക്ഷേ എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ വാസുദേവൻ സാറ് നിങ്ങൾ അറിഞ്ഞു കാണും, കേരളത്തിലെ ഒരു പ്രഗത്ഭ ഓർത്തോപെഡീഷ്യനാണ്. ഞങ്ങളുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ സീനിയറായി പഠിച്ച, ഞങ്ങളുടെ എല്ലാവരും വാസുവേട്ടൻ എന്നറിയപ്പെടുന്ന വാസുദേവൻ സാറിൻ്റെ ആ ഒരു ഡോക്ടറുടെ ദൈവത്തിൻ്റെ കൈകളാൽ ഞാൻ അതിൽ നിന്നും പൂർണ്ണമായി മോചിതനായി.
പക്ഷെ ഫിസിക്കൽ ഫിറ്റ്നസ് എനിക്കൊരു പ്രശ്നമായില്ലായിരുന്നു. പക്ഷെ ആ ഫിറ്റ്നസ് ഞാൻ ഇന്ന് എൻ്റെ ഫോറൻസിക് മെഡിസിൻ സബ്ജക്റ്റ് വളരെ ഭംഗിയായി നിറവേറ്റാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. മലപ്പുറം ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ആദിവാസി യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കരുളായി എന്ന് പറഞ്ഞ് നിലമ്പൂർ കഴിഞ്ഞ് കരുളായിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം. അത് തണ്ടർ ബോൾട്ടിന്റെയും അവിടെ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം പറയപ്പെടുന്നുണ്ട്. ഒപ്പം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പറയപ്പെടുന്ന ഒരു കാട്ട്. 6-6.5 കിലോമീറ്ററോളം കുത്തനെ കയറ്റം കയറി ഓട്ടോപ്സി ചെയ്ത് ആ മരണത്തിന് തീരുമാനമാക്കി കൊടുത്ത് രാവിലെ പുലർച്ചെ ഒരു 4 മണിക്ക് പുറപ്പെട്ടൊരു സംഘം രാത്രി 11 മണിയോടെ തിരിച്ചെത്തി. പക്ഷെ അപ്പൊ എനിക്ക് മനസ്സിലായി ഫിസിക്കൽ ഫിറ്റ്നസ് ഇന്നൊരു പ്രശ്നമേ അല്ലാന്ന്. അതും 1 കൊല്ലം 1.5 കൊല്ലം മുന്നേ. എല്ലാ മനസ്സാണെല്ലാം നിശ്ചയിക്കുന്ന ഒരു സംഭവം. ആരോഗ്യമൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ അതിൻ്റെ ഒപ്പം വഴി കാണിച്ചു തരും നമുക്ക്. പക്ഷെ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ അതെല്ലാം നിറവേറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ സബ്ജക്റ്റ് ഞാൻ വളരെ ഭംഗിയായി എനിക്ക് അത് എല്ലാവരും ബൈ ചാൻസ് എടുക്കുന്ന സമയം ഞാൻ ചൂസ് ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഭംഗിയായി പ്രവർത്തിക്കാനും അതിൻ്റെ വിവിധ മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കുന്നു. സാറ് ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിനെ പറ്റി പറഞ്ഞല്ലോ. ചൂരൽമലയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് സാറാണ്. അതിൽ ന്യൂസ് റിപ്പോർട്ടിലെല്ലാം താഴെ വന്ന കമന്റുകളായിരുന്നു ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്ന്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടാകുന്ന അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ അനിവാര്യതയെ പറ്റി സാറൊന്ന് പറയാം. ഒരു കാര്യം പറയട്ടെ, ഫോറൻസിക് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒന്നും ദുർഘടമല്ല. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അത് നമ്മൾ കാണാറ്. അതിന് സാഹചര്യം എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മളെ ഉദ്ദേശം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉദ്ദേശം വലുതാണ്. അപ്പോൾ സാഹചര്യത്തിനെ കുറിച്ച് ഞങ്ങൾ അധികം കൺസേൺ ആവാറില്ല. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലും മാസ് കാഷ്വാലിറ്റി, കുറേ മാസ് കാഷ്വാലിറ്റിയിൽ ഒരു അംഗമായിരുന്നു ഞാൻ. ചൂരൽമല ഞാൻ ഗൈഡ് ചെയ്തതായിരുന്നു. കടലുണ്ടിയിൽ ഉണ്ടായ സംഭവം ട്രെയിൻ ആക്സിഡന്റ്, 42 പേരോളം മരിച്ചിട്ടുണ്ട്. പൂക്കിപ്പറമ്പിൽ നടന്ന ഒരു ബസ് കത്തിയ ഒരു മരണം, 44 പേരോളം മരിച്ചിട്ടുണ്ട്. നമ്മളെ വടക്കാഞ്ചേരിയിൽ ഉണ്ടായ ദുരന്തം, അതുപോലെ തൃശ്ശൂർ പൂരം ഉണ്ടായ വെടിക്കെട്ട് അപകടം, അങ്ങനെ നിരവധി ഇത്തരം കേസുകളിൽ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവവും ഈ ചൂരൽമലയിൽ വളരെ മുതൽക്കൂട്ടായിരുന്നു. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ പലതും കണ്ടെത്തേണ്ടതുണ്ട്. ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇന്റഗ്രൽ പാർട്ട് ഓഫ് മാസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമ്മളുടെ ഡിസാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നത്, മാസ് ഡിസാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നത് എപ്പോഴും ആ ഒരു എക്കോളജിക്കൽ സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന് കൈകാര്യം ചെയ്യാവുന്ന കൂടുതൽ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. അത് പുറത്തുനിന്നൊരു സഹായം വേണ്ടി വരുന്ന സിറ്റുവേഷൻ എപ്പം നേരിടുന്നു അതൊക്കെ നമുക്ക് അത് ഈവൺ ഈ മരണം ഒന്നാണെങ്കിൽ പോലും നമുക്ക് പുറത്തുനിന്നൊരു സഹായം വേണ്ടുന്ന സാഹചര്യത്തിലൊക്കെ നമുക്കതിനെ ഡിസാസ്റ്റർ എന്ന് വിളിക്കാം. ഈ മാസ് ഡിസാസ്റ്ററിൽ പലപ്പോഴും ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഡിസാസ്റ്റർ വിക്ടിം ഐഡന്റിഫിക്കേഷൻ, ഒരാളെ ഐഡന്റിഫൈ ചെയ്യണം. അത് തന്നെയായിരിക്കും ഒരു ഫോറൻസിക് ഡോക്ടറുടെ പ്രഥമ ധർമ്മം. അതിന് വിവിധ രീതികളുണ്ട്. ഇപ്പൊ മോഡേൺ ഫോറൻസിക് മെഡിസിൻ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നു. DNA ഫിംഗർ പ്രിന്റിങ് യൂസ് ചെയ്യുന്നു. ഒഡന്റോളജി, പല്ലിന്റെ ഘടനകളും മറ്റുമായി യൂസ് ചെയ്യുന്നു. പ്രീവിയസ് മെഡിക്കൽ കണ്ടീഷൻസ്, പഴയ മെഡിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഒരാളുടെ ആന്ത്രപ്പോമെട്രി മെഷർമെന്റും മറ്റും വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. എക്സ്റേയും CT സ്കാനൊക്കെ പോലെയുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരുടെ വയസ്സ് നിർണ്ണയിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു പരിധി വരെ ഒരു വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് കൺക്ലൂസീവായി മനസ്സിലാക്കാൻ ഒപ്പം DNA-യും അതിന് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ കൂടിയേ മതിയാവും. ഒപ്പം ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ അത് മുതലാക്കാൻ ശ്രമിക്കുന്ന ആളുകളും നമ്മളെ ഇടയിലുണ്ടാവും. നമ്മൾ ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമാണ് നമ്മളെല്ലാവരും. അപ്പൊ ഒരു മർഡർ മറച്ചു വയ്ക്കാൻ, ഒരു കൊലപാതകം മറച്ചു വയ്ക്കാൻ ഇതിനുള്ളിൽ ബോഡി ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ചില തെളിവുകൾ നശിപ്പിക്കാം. പക്ഷെ അതിനും
പോസ്റ്റ്മോർട്ടം കൂടി ചെയ്തു. ചെറിയ സാധാരണഗതിയിൽ കോമ്പൻസേഷനൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ. ഇത് തരം കോമ്പൻസേഷൻസ് ഒക്കെ അർഹിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പൊ അങ്ങനത്തെ ആളുകളിൽ സാധാരണഗതിയിൽ മരിച്ച ആളുകളെ പോലും ഇതിന്റെ ഭാഗമാക്കാം. ഇതും അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഒപ്പം ഇതിന് ഏറ്റവും വലിയൊരു കാര്യം ടു പ്രിവെന്റ് ഫർദർ ഒക്കറൻസ്. എന്തുകൊണ്ട്? ഈസ് ഇറ്റ് എ മാൻമെയ്ഡ് ഡിസാസ്റ്റർ? മനുഷ്യനുണ്ടാക്കിയ സമ്പദുരന്തമാണോ, അതോ പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാനുള്ള മനുഷ്യന് കാരണങ്ങളുണ്ടോ? ഈ കോറി പോലത്തെയുള്ള അനിയന്ത്രിതമായി പ്രവർത്തിക്കുന്ന ഇത്തരം സിറ്റുവേഷൻസിനെ കട്ടെയിൽ ചെയ്യാനുണ്ടോ? ഹൗ ടു മേക്ക് എ പോളിസി, ഫർദർ പോളിസി ഡിസിഷൻ എങ്ങനെ എടുക്കണം? ആ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലുള്ള ബിൽഡിങ്ങുകൾ എങ്ങനെ വിഭാവനം ചെയ്യണം? അവിടെ എങ്ങനെ താമസിപ്പിക്കണം? അവിടെ ജനവാസയോഗ്യമാണോ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴി പുതിയൊരു പോളിസി ഗവൺമെന്റ് ഉണ്ടാക്കാനും ഇതിലൊക്കെ പോസ്റ്റ്മോർട്ടം പരിശോധന അത്യാവശ്യമാണ്. ഒപ്പം ട്രയാജിങ്. ഏത് വ്യക്തിക്ക് വേണം ആദ്യം ചികിത്സ കിട്ടേണ്ടത്? അപ്പൊ അതിൽ കിട്ടുന്ന ഒരു ഡിസാസ്റ്ററുമായിട്ട് സംഭവിക്കുമ്പോൾ അതിൽ കുറെ ആൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. എല്ലാവരും മരിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ അവരെങ്ങനെ രക്ഷപ്പെടുത്തും? അത് ഏത് ഭാഗം ആദ്യം അറ്റൻഡ് ചെയ്യണം? മരണ കാരണം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നത് ശ്വാസകോശത്തിൽ മണൽ കയറിയിട്ടാണ്, വെള്ളം കയറിയിട്ടാണ് മരണമടഞ്ഞത്. അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി, ഒരു കല്ല് വന്ന് തലയിൽ തട്ടിയിട്ടാണ്. ചിലപ്പോൾ മരങ്ങളിലൊക്കെ കുടുങ്ങി കിടന്നിട്ട് ബോണുകളൊക്കെ ഡിറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് യഥാർത്ഥ മരണകാരണം? അത് നമുക്ക് പ്രിവെന്റബിൾ ആണോ? അയാളെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാഹചര്യം ഉണ്ടായിരുന്നോ? ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം പരിശോധന വേണം. പക്ഷേ ചില സിറ്റുവേഷനിൽ എല്ലാം കംപ്ലീറ്റ് ഓട്ടോപ്സി, ഇപ്പൊ അധികം മരണങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ എല്ലാം കംപ്ലീറ്റ് ഓട്ടോപ്സി നടന്നു വരില്ല. അത്തരം സിറ്റുവേഷനിൽ നമുക്കൊരു സാമ്പിൾ ഓട്ടോപ്സി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഓൺലി ആഫ്റ്റർ എ തറോ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, തറോ എക്സാമിനേഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി ഓൾസോ. ഇപ്പൊ ചൂരൽമലയിൽ ഞാൻ 100ഓളം പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ പരിശോധനകളും ഏകദേശം അവിടെ നടന്ന മരണം നടന്ന എല്ലാ ബോഡിയും ഞങ്ങൾ പോസ്റ്റ്മോർട്ടം പരിശോധനത്തിന് വിധേയമാക്കി. അതായത് വിത്തിൻ എ ഷോർട്ട് ടൈം പീരീഡ്, ഒരു ചെറിയൊരു ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്കത് സാധിക്കാൻ ഇന്ന് മാൻ പവർ ഉണ്ട്. മാൻ പവർ ഉള്ളൊരു സാഹചര്യത്തിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിന്റെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണ്, പണ്ട് സുകുമാരക്കുറിപ്പ് കേസിൽ ഡോക്ടർ മുരളീധരൻ സാറ് ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ടെക്നിക്സ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണോ, അല്ലെങ്കിൽ പുതിയ ടെക്നിക്സ് ഉണ്ടോ? അത് പഴയ ടെക്നിക്കാണ്. ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്കള്ളും മാൻഡിബിളും കൂടിയുള്ള ഒരു ബോൺ കിട്ടുകയാണെങ്കിൽ അയാളുടെ പഴയ നെഗറ്റീവ്സ്, ഫോട്ടോ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യാം. സൂപ്പർ ഇമ്പോസിഷൻ അന്നൊക്കെ സാറ് ചെയ്തത് ഫോട്ടോ സൂപ്പർ ഇമ്പോസിഷൻ ആയിരുന്നു. ഇപ്പൊ അത് വീഡിയോ സൂപ്പർ ഇമ്പോസിഷൻ ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ്, സുഖമായി ചെയ്യാവുന്നത്. പക്ഷെ ഇത്തരം ഡിസാസ്റ്റർ കേസ് അത് നമുക്ക് ഇത്തരം ക്രിമിനൽ കേസുകളിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവാറ്. ഇത്തരം ഡിസാസ്റ്റർ സംഭവങ്ങളിൽ ഒരാളെ ഫുൾ പ്രൂഫായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ക്രിമിനൽ കേസുകളിലും വേണം. അന്നൊന്നും DNA, ഉമാദത്തൻ സാറ് ചെയ്യുന്ന കാലത്തൊന്നും DNA ഉണ്ടായിരുന്നില്ല. ഇന്ന് DNA ഉണ്ട്. ഒരാളെ പണ്ടൊക്കെ നമ്മൾ ഈ സൂപ്പർ ഇമ്പോസിഷനൊക്കെ പ്രശ്നം എക്സ്ക്ലൂഷനാണ്. അതായത് ഇന്ന ആളല്ല, ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുറെ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ഒരു തീരുമാനത്തിലെത്തുന്നത്. പക്ഷെ അത് കുറെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്നതാവാം, അല്ലെങ്കിൽ കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മൾ വളരെയധികം അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ 1984 അലക് ജെഫ്രി നമ്മളെ ഇത് DNA കണ്ടുപിടിച്ചതോടുകൂടി നമുക്കൊരാളെ ഷാർപ്പായിട്ട് പിൻപോയിന്റ് ഇറ്റ് ഈസ് യു എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ DNA ഉള്ളപ്പോൾ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസിനൊന്നും പ്രാധാന്യം കുറവാണ്. പക്ഷെ DNAക്ക് ഒരു പ്രശ്നമുള്ളത്, DNA കുറച്ച് നീണ്ട പ്രോസസ്സാണ്. അപ്പൊ മിനിമം ഒരു 6 hours ഇങ്ങനെ എടുക്കാണ്ടൊന്നും, 6 to 12 hours ഇങ്ങനെ എടുക്കാണ്ടൊന്നും DNA റിസൾട്ട് കിട്ടാനോ അതിന്റെ പ്രോസസ്സും DNA എക്സ്ട്രാക്ഷനും പ്യൂരിഫിക്കേഷനും അങ്ങനെ ഇഷ്ടംപോലെ പ്രോസസ്സ് ഉള്ളത് കൊണ്ട് അത് മുഴുവനും കിട്ടിയെന്ന് വരില്ല, കുറച്ച് സമയം എടുക്കുന്നു വരും. പക്ഷെ ഷോർട്ട് പീരീഡിൽ അടുത്ത ടൈം ഓഫ് ഓട്ടോപ്സി, നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോപ്സി ചെയ്യുമ്പോൾ തന്നെ ചില ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ, ഫോട്ടോ റീകൺസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് നമ്മൾ ആ ബോഡീനെ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റീകൺസ്ട്രക്ഷൻ ഓഫ് എ ഹ്യൂമൻ ബോഡി ചെയ്തുകൊണ്ട് എന്നിട്ട് ഫോട്ടോ
സൂപ്പർ ഇമ്പോസിഷൻ ചെയ്താൽ നമുക്ക് അവിടെ വെച്ച് തന്നെ നമുക്കൊരു പരിധി വരെ കുറേയൊക്കെ ഞങ്ങൾ ചൂരൽമലയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഒരു ഹ്യൂമൻ റെമനൻസ് പോലീസ് കൊണ്ടുവന്നത് ഒരു സ്കിന്ന് മാത്രം, ബോൺ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞ് ഫേഷ്യൽ സ്കിന്നും സ്കാൽപ്പും തലയോട്ടിയിൽ കവർ ചെയ്യുന്ന സ്കിന്നിന്റെ ഭാഗവും ഫേസും ചെവിയും മൂക്കൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫേസിന്റെ ഒരു ഒരു തൊലി മാത്രമായിരുന്നു, സ്കിന്ന് മാത്രമായിരുന്നു. അപ്പൊ സ്കിന്നിന്റെ വിവിധ ഭാഗങ്ങളുടെ കട്ടി മനസ്സിലാക്കിയിട്ട്, കൺസിസ്റ്റൻസി മനസ്സിലാക്കിയിട്ട്, ചെവിയുടെ സ്കിന്നിന്റെ കട്ടി എത്രയുണ്ട്, ഫേഷ്യൽ സ്കിന്നിന്റെ കട്ടി എത്രയുണ്ട്, മൂക്കിന്റെ കട്ടി എത്രയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളത് അതിനുള്ളിൽ പഞ്ഞിയും ഗോസൊക്കെ വെച്ചുകൊണ്ട് അതൊരു ഫേസ് ആക്കി മാറ്റി സ്കാൽപ്പ് ഹെയർസും ഒക്കെ ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരാളുടെ അത് കൊണ്ടുവന്നത് ആര് വിചാരിച്ചില്ല അത് ഹ്യൂമൻ സ്കള്ളായിരിക്കുമെന്ന്, ഹ്യൂമൻ ഒരു ഫേസ് ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിച്ചു. സോ അറ്റ് ദ ടൈം ഓഫ് ഓട്ടോപ്സി ഇറ്റ് സെൽഫ് നമുക്ക് ആ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. അന്ന് ഞാൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു നല്ലൊരു ഫോറൻസിക് ഫോട്ടോഗ്രാഫറും കൂടി ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാനും അത് ആ ജനങ്ങൾക്ക് അപ്പൊ ഇൻഫർമേഷൻ സെന്ററിൽ ഇന്നൊരു ഫേസ് ഉള്ള ഒരാളുണ്ട്, അല്ലെ ഇന്ന കാതില് ഇന്ന കമ്മൽ കിട്ടിയിട്ടുണ്ട്, കഴുത്തിൽ ഇന്ന് ഡിസ്പ്ലേ ചെയ്യാനുള്ള സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ, അതിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ അയാളെ കുറെ ഐഡന്റിഫിക്കേഷൻ നമുക്ക് അവിടെ വെച്ച് തന്നെ നടത്താൻ പറ്റും. എപ്പോഴും ചർച്ചാ വിഷയമായിട്ട് വരുന്നതാണ് ഈ ഓർഗൻ ഡൊണേഷൻ, മസ്തിഷ്ക മരണമല്ല. ഇപ്പോൾ ഒരു മസ്തിഷ്ക മരണം കൺഫേം ചെയ്യുമ്പോൾ അത് കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമെങ്കിലും കുറെ പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും എത്തിക്കൽ ഡിലമ ഉണ്ടാവാറുണ്ടോ? അതിനെ പറ്റിയിട്ട് പറയാമോ? എത്തിക്കൽ ഡയലിമ ഉള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് തീർച്ചയായും, അങ്ങനെ ഒരു സംഭവം ഉള്ള സിറ്റുവേഷൻ. കാരണം നമുക്ക് ആലോചിച്ചറിയാം, ഒരാള് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഒരാള് ഓർഗൻ കിട്ടിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയിരിക്കുന്നു, അയാളും അയാളുടെ കുടുംബവും. ആക്സിഡന്റ് പറ്റിയ ഒരാള് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ആള് അത് ബ്രെയിൻ ഡെത്ത് ശ്വസിക്കുന്നുണ്ട്, വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ആൾ ശ്വസിക്കുന്നുണ്ട്, ഹൃദയമിടിപ്പ് ഉണ്ടാവുന്നുണ്ട്, ഒപ്പം ഡോക്ടർ പറയാനുള്ളത് ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആണ്. അപ്പൊ ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ ആ ഫാമിലിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പൊ അവരെ മനസ്സിലാക്കണം ഇത് ബ്രെയിൻ ഡെത്ത് ആണ്. ആ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു രീതി നിയമപരമായിട്ടുണ്ട്. ആ രീതിയിലൂടെ കടന്നു പോകാതെ വരുമ്പോഴാണ് ഈ അലിഗേഷൻസ് വരുന്നത്. ആ രീതിയിൽ അതിന്റെ നിയമപരമായിട്ട് ആ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ നടക്കാത്ത സാഹചര്യങ്ങളിലാണ് ജോസഫിനെ പോലത്തെ സിനിമ ഉണ്ടാവുന്നത്. ഇത് ഡയറക്ടർമാരെയോ സിനിമാക്കാരെയോ പൊതുജനത്തിനോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർമാർ സ്വയം വിമർശിക്കപ്പെടണം, മനസ്സിലാവണം ഇത് നമ്മൾ ചെയ്യുന്ന രീതി ശരിയാണോ. അത് ഇടവിട്ട സമയങ്ങളിൽ ഇടവേളകളിൽ വ്യക്തമായിട്ടുള്ള ബ്രെയിൻ സ്റ്റെം റിഫ്ലക്സ് നോക്കിക്കൊണ്ട് വേണം ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്, ഒരു 4 പേരടങ്ങുന്ന ഒരു ടീം ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ. ഒരിക്കലും അയാൾ ജീവിതത്തിൽ തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യാവൂ. പക്ഷേ എല്ലാത്തിലും പോലെ തന്നെ ഇതിലും ഈ നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ 4 പേരെയും സെലക്ട് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫ് ദാറ്റ് ഹോസ്പിറ്റലാണ്. ഈവൻ ദോ നമ്മൾ ഈ 4 പേരും ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെടാത്ത ആളുകളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഹോസ്പിറ്റലിൽ തന്നെ RMP ആണ് ഈ 4 പേരെയും ചൂസ് ചെയ്യുന്നത്. ഫ്രം ദ ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റി നോമിനേറ്റ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് ഈ ഡോക്ടർമാരെ ചൂസ് ചെയ്യുന്നത് അത് അവിടുത്തെ RMP രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അപ്പോൾ അതിലൊരു സുതാര്യതക്കുറവുണ്ട്. ആ സുതാര്യതക്കുറവ് മുതലാക്കിക്കൊണ്ടാണ് ചില സിറ്റുവേഷനിൽ അങ്ങനെ ഒരിക്കലും ഒരു ഡോക്ടറും ഒരു രോഗിയെ കൊല്ലാൻ കൂട്ടു നിൽക്കില്ല. അതൊരു ഫാക്റ്റാണ്, അതൊരു അടിസ്ഥാനപരമായ ഫാക്റ്റാണ്. പക്ഷെ ഇന്നത്തെ മാറുന്ന സാഹചര്യങ്ങളിൽ, ഇന്നത്തെ ഒരു എല്ലാം കമേഴ്സ്യലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ അത്തരം കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റമറ്റതാകണം. അതിന് നിയമത്തിലെ പ്രോട്ടോകോൾ പാലിക്കണം. ചില ഇൻസിഡൻസുകൾ, എറണാകുളത്ത് നടന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഒരു അബിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഡോക്ടർ ഗണപതി സാർ അതിന് ഒരു കേസും ഒരു സുപ്രീം കോടതി വരെ പോയ ഒരു സംഭവം നമ്മളെ ഇന്ന് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്.
ആ കുട്ടിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. ഒരു യങ്സ്റ്റർ 10-20 വയസ്സായ കുട്ടി ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ തന്നെ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. പക്ഷേ കുട്ടി വന്നപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലാണ് എൻ്റെ ഒരു ഓർമ്മ, കോതമംഗലത്ത് കണ്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ കുട്ടി അവരുടെ ഓർഗൻസ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിലും ഫോറിൻ നാഷണലിലും പെട്ടിട്ടുണ്ടോ എന്നും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെ അല്ലെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനിലൂടെ ഇതിൽ ചെയ്ത തെറ്റുകളൊന്നുമില്ല, നിയമപരമായിട്ടായിരുന്നു ചെയ്തതെന്ന് സമൂഹത്തെ മനസ്സിലാക്കാൻ ഉത്തരവാദിത്തം ഡോക്ടർമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു പൊതുജനത്തിന്റെ മനസ്സിൽ ഒരു സംശയത്തിന്റെ നിഴലുകൾ ഉണ്ടാവുന്നത്. ഇത്തരം പ്രക്രിയകൾ എപ്പോഴും സുതാര്യമായിരിക്കണം. ആ സുതാര്യമായി ചെയ്താൽ മാത്രം പോരാ, സുതാര്യമായി ചെയ്തു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. എന്നാൽ മാത്രം ഇത്തരം പ്രോസസ്സുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് പക്ഷെ അതിൽ അനാവശ്യമായി ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാർ ചെയ്യുന്ന പ്രവൃത്തിയെ ഇത്തരം നിസ്സാര ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ച് ഇകഴ്ത്തി കാണിക്കുന്ന സംഭവം ഉണ്ടാവുന്നുണ്ട്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് ഡോക്ടർമാർക്ക് ഈ മസ്തിഷ്കമരണം സ്ഥിരീകരിക്കാനും ഒപ്പം അവരുടെ അവയവങ്ങൾ റിമൂവ് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കാനുമുള്ള ഒരു സാഹചര്യം നിഷേധിക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ വളരെ കുറവ് മാത്രമേ ഇത്തരം മസ്തിഷ്കമരണ സ്ഥിരീകരണവും ഓർഗൻ ഡൊണേഷൻ നടക്കുന്നുള്ളൂ. മറിച്ച് നമ്മളെ സംസ്ഥാനത്ത് കൂടുതൽ നടക്കുന്നത് ലൈവ് ഡൊണേഷനാണ്. ലൈവ് ഡൊണേഷന്റെ സാഹചര്യം ഇതിലും വിഭിന്നമാണ്. ലൈവ് ഡൊണേഷൻ ഒരു പ്രായമുള്ള ഒരാള്, ഒരു 60-70 വയസ്സായ ഒരാള് റിയൽ ഡിസീസായിട്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. ഓർഗൻ കൊടുക്കാൻ വരുന്ന ആളുകളോ യങ്സ്റ്റേഴ്സാണ്. 20 വയസ്സ് 30 വയസ്സിന് താഴെയുള്ള ഡോണേഴ്സുകളാണ് തരുന്നത്. ഇയാൾ 70 വയസ്സുവരെ ജീവിതം ആസ്വദിച്ചിട്ട് ചിലപ്പോൾ പല രീതിയിലും ലിവറും കിഡ്നിയും ഒക്കെ കളഞ്ഞൊരു വ്യക്തിയായിരിക്കും. അവിടെയും എത്തിക്കൽ ഡൈലമുണ്ട്. ഇവൻ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിന് പറയുന്ന ഒരു അൾട്രൂയിസ്റ്റിക് ഡോണർ എന്നാ പറയാം. അതായത് ഗുഡ് സമാർട്ടൻ ഡോണർ. വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ ഉറ്റവനായി കാണപ്പെടുന്ന ഒരാൾക്ക് വരുന്ന ഒരു കിഡ്നി കൊടുക്കുന്നു, അല്ലെങ്കിൽ ലിവറിന്റെ പകുതി കൊടുക്കുന്നു. പക്ഷെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഭൂരിഭാഗം ഈ അൺറിലേറ്റഡ് ഡോണറും നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയിലെ ഒരു മെമ്പറും കൂടിയാണ് ഞാൻ. അപ്പൊ എൻ്റെ മുന്നിലെത്തുന്ന കേസുകൾ ഇതിൽ വേദനാജനകം എന്ന് പറയട്ടെ. ഈ അയാളുടെ കിഡ്നി പോകുന്നു, അയാൾ ഫൈനാൻഷ്യലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി കിട്ടുന്ന കാശ് പോലും ഏജൻസ് കൊണ്ടുപോകുന്നു. അതും അയാൾക്ക് നേരിട്ട് കിട്ടുന്നില്ല, ഡോണർക്ക് നേരിട്ട് കിട്ടുന്നില്ല. അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഹോസ്പിറ്റലുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെയുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട മാഫിയയും ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അവരുടെ ഡോണർക്ക് ഡോണറിന് കാശ് കൊടുത്തിട്ടാണ് കിഡ്നി കൊടുക്കുന്നത് എന്ന് ഒരുവിധം വ്യക്തമാകുന്ന സാഹചര്യമാണ് എല്ലാ കേസിലും ഉണ്ടാവാറ്. അത് വളരെ അന്തരമുണ്ടാവും. ഒരാള് ഒരു കൂലിപ്പണിക്കാരനായിരിക്കും, മറ്റാള് വലിയൊരു മുതലാളിയായിരിക്കും. ഒരു നിലയ്ക്കും ബന്ധപ്പെടാൻ സാധിക്കാത്ത ആളുകൾ ഒരു മത്സ്യത്തൊഴിലാളിയായിരിക്കും. നമ്മളെ കോസ്റ്റൽ റീജിയനിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കിഡ്നി ഡൊണേഷൻ നടത്തുന്നുണ്ട്. ഇത് ഏതൊരു സർജറിയെ പോലെ തന്നെ കിഡ്നി ഡൊണേഷനും ഒരു റിസ്കി സർജറി തന്നെയാണ്. ഒരു ഡോണർ കിഡ്നി എടുത്ത് മാറ്റുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അത് ഏതൊരു മേജർ സർജറിയെ പോലെ തന്നെ ഒരു 1 to 3 ഡെത്ത് പോലും 1000 കാര്യത്തിൽ ഉണ്ടാവുന്ന. പക്ഷെ അതൊരിക്കലും ഡോക്ടർമാർ ഈ ട്രാൻസ്പ്ലാന്റ് ടീം ഡോണേഴ്സിന് പറഞ്ഞു കൊടുക്കില്ല. ഇത് പ്യുവർലി കംപ്ലീറ്റ്ലി സേഫ് പ്രൊസീജിയർ ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് കാലഘട്ടങ്ങളിലായി കിഡ്നി കൊടുത്ത ആളുകളെ കുറിച്ച് ഒരു സ്റ്റഡി പോലും കൂടുതലായി നടന്നിട്ടില്ല.
ഒരു സ്റ്റഡി തുടങ്ങാൻ ഞാൻ തുടങ്ങിയിരുന്നു കിഡ്നി ഡോണേഴ്സിന്റെ ഹെൽത്ത് കോൺസിക്വൻസിനെ കുറിച്ച്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ ഡോണേഴ്സിന് മുഴുവനും ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഒരു മാഫിയ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത്തരം ആളുകളെ നമുക്കറിയാം, കിഡ്നിയുടെ ആവശ്യകത കിട്ടുന്നേക്കാളും കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കമേഴ്ഷ്യലുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇഷ്ടം പോലെ ആവശ്യക്കാർ ക്യൂ നിൽക്കുന്നു, കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷെ ഇത് ചൂഷണം ചെയ്യപ്പെടുന്നത് പാവങ്ങളെയാണ്, ഒപ്പം സ്ത്രീകളെയുമാണ്. ഇപ്പൊ സ്ത്രീകൾ ഈ ഭർത്താക്കന്മാർ നിർബന്ധിച്ചിട്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി സ്ത്രീകൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷന്റെ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്നു, മുലയൂട്ടുന്ന അമ്മമാർ പോലും എത്തുന്നു. ഇത് ഹയർ ലെവലിൽ നിന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഫൈനാൻസിന് വേണ്ടിയിട്ട്, കാശിന് വേണ്ടിയിട്ട് ശരീരത്തിലെ ഒരു അവയവം കൊടുക്കാന്നുള്ള ഒരു സാഹചര്യം നമ്മളെ സ്റ്റേറ്റിലുണ്ടോ? അതിന് സപ്പോർട്ടീവ് മെഷേഴ്സ് മറ്റു കാര്യങ്ങൾ കൊടുത്തുകൂടെ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ടുള്ള കഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം. പലപ്പോഴും പല തർക്കങ്ങളും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ബ്രോഡ് ഡെഡ് കേസുകളിലുള്ള പോസ്റ്റ്മോർട്ടം. പല സാഹചര്യത്തിലും ചിലപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ബോഡി കൊണ്ടുവരുമ്പോൾ എല്ലാം ബന്ധുമിത്രാദികൾ പറയും അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് പറയാമോ, ഈ ബ്രോഡ് ഡെഡ് പോസ്റ്റ്മോർട്ടം കേസസ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടാവും, കൂടത്തായി കേസ്, അങ്ങനെ നിരവധി കേസുകൾ. ഒരു പ്രശ്നവുമില്ലാതെ കേസുകളായിട്ട് പലപ്പോഴും എത്തുന്ന കേസുകളിൽ പലതും അൺനാച്ചുറൽ ഡെത്തുകളായിട്ട് മാറാറുണ്ട്. ബ്രോഡ് ഡെഡ് കേസുകൾ എല്ലാം മെഡിക്കൽ ലീഗൽ കേസുകളായിട്ട് ഞാൻ കരുതുന്നില്ല. ഇഫ് കോസ് ഓഫ് ഡെത്ത് ഇസ് നോട്ട് നോൺ, മരണകാരണം വ്യക്തമല്ല എങ്കിൽ അതൊരു മെഡിക്കൽ ലീഗൽ കേസാണ്. ആ മരണകാരണം വ്യക്തമാവാൻ എന്താ ചെയ്യേണ്ടത്? പോലീസ് അവരുടെ പണി വൃത്തിക്ക് ചെയ്യണം. അതായത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തണം. ഇൻക്വസ്റ്റ് നടത്തി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ മാതിരി ഒരു പ്രായമുള്ള 90 വയസ്സായ ആളെ 100 വയസ്സായ ആളെ ഞാൻ ഓട്ടോപ്സി ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിലുള്ള മരണം പോലീസ് ഇൻവെസ്റ്റിഗേഷനിലൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസുകൾ. പല കേസുകളും പോലീസുമായി പ്രോ ആക്റ്റീവ്ലി ഇടപെട്ടിട്ട്, ഞാൻ അമിത ഉത്സാഹം കാണിച്ച് ഇടപെട്ടിട്ട് പല കേസുകളും പോലീസുമായി സംവദിച്ച് വിട്ടുകൊടുത്തിട്ടുമുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് കഴിഞ്ഞു വരുന്ന കേസ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് പ്രൂവ്ഡായ ഒരാള്, അയാള് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും മരിച്ചു. മറ്റു പ്രഥമ ദൃഷ്ടിയ മറ്റു ഇഞ്ചുറികളോ മറ്റു കാരണങ്ങളോ ഇല്ല എന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷനിലൂടെ വ്യക്തമാവുന്ന സാഹചര്യത്തിൽ അത് വിട്ടുകൊടുക്കുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. പക്ഷേ പോലീസിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ എല്ലായ്പ്പോഴും സാധിക്കില്ല. പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് ഈ നിയമം നടപ്പിലാക്കുന്ന അവർക്ക് ശാസ്ത്രീയ അടിത്തറകളില്ല. അതിന് ശാസ്ത്രത്തിന്റെ പിൻബലം കൂടി വേണം. മെഡിസിൻ എന്നുള്ള ശാഖയുടെ അതിന് ഡോക്ടറുമായി സംവദിച്ച്, അല്ലെങ്കിൽ ഫോറൻസിക് ഡോക്ടർ അവൈലബിൾ ആണെങ്കിൽ ഫോറൻസിക് ഡോക്ടറുമായി സംവദിച്ച് ഒരു പ്രോ ആക്റ്റീവില് ഇടപെട്ടുകൊണ്ട് വിട്ടുകൊടുക്കാവുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ്. പക്ഷെ അതും ഈ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, എനിക്ക് പെൻഷൻ കിട്ടാതിരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിട്ടുകൊടുക്കാത്ത ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ്. ഒപ്പം വേണ്ടി വന്നാൽ നമുക്ക് ഇന്ന് മോഡേൺ ഫോറൻസിക് മെഡിസിൻ എന്നുള്ള രീതിയിൽ ഒരു വെർച്ചോപ്സി, ഒരു CT സ്കാൻ എടുത്തുകൊണ്ട് നമുക്കത് ഒരു പരിധിവരെ ഓട്ടോപ്സി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ട് ബോഡി വിട്ടുകൊടുക്കാവുന്നതാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് ബോർഡിൽ അംഗമുള്ള ഡോക്ടർ പലപ്പോഴും വിധി എഴുതേണ്ടി വരുന്ന സ്വന്തം സഹപ്രവർത്തകർക്കെതിരാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊന്ന് പറയാമോ? അത് ഒരു ഫോറൻസിക് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വെല്ലുവിളി നേരിടുന്ന ഒരു സിറ്റുവേഷനാണ്, സംശയമൊന്നുമില്ല. കൂടെ പഠിച്ചവർക്കെതിരെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കെതിരെ പറയുന്നത്. പക്ഷെ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് കാണിക്കുന്ന സംഭവമല്ല, അതൊരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഒരു വ്യക്തിയിൽ ഒതുങ്ങേണ്ട ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഒരു നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബോർഡ് രൂപീകരിക്കുന്നതും
ബോർഡ് ഓരോ കേസുകളും അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അത് അപ്പുറത്ത് ആര് നിന്നാലും ശരി, എൻ്റെ എനിക്ക് ബന്ധുക്കൾ, എൻ്റെ റിലേറ്റീവ്, എൻ്റെ അച്ഛൻ നിന്നാലും എൻ്റെ അമ്മ നിന്നാലും എൻ്റെ ബന്ധുക്കൾ നിന്നാലും എൻ്റെ മകൻ, ആര് നിന്നാലും ശരി, എൻ്റെ അടുത്ത സുഹൃത്ത് നിന്നാലും ശരി, അതൊരു വിഷയമേ അല്ല. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഡോക്ടർമാർക്ക്, ഫോറൻസിക് ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത് ഒരു പൊതുബോധമാണ്. അത് ആ നെഗ്ലിജന്റ് ആണ് എങ്കിൽ, ഡോക്ടർ നെഗ്ലിജന്റ് ആണെങ്കിൽ ഒരു ക്രൈമിനെ പോലെ തന്നെ ആ ഡോക്ടർ നിയമത്തിന് മുന്നിൽ കൊണ്ടു നിർത്തണം ഡോക്ടറെയും. അത് ഡോക്ടർ സത്യസന്ധത തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഡോക്ടർക്ക് തന്നെയാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ഇപ്പോൾ ഈ കേസുകൾ നിരവധി കൂടുന്നുണ്ട്, മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ. അതിന് ഈ മീഡിയയുടെ മിസ്റെപ്രസെന്റേഷൻ, തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ, അത് വളരെയധികം കൂടുതലാണ്. യഥാർത്ഥത്തിൽ നെഗ്ലിജൻസ് ഇല്ലാത്ത കേസുകൾ പോലും വളരെയധികം ഹൈപ്പോട് കൂടി മീഡിയസിൽ വരുത്തുകയും അതിൽ അവരുടെ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും വളരെ മോശമായ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത ചമയ്ക്കാനും ചില മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട്. അത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നാണ്. മോർച്ചറിയിൽ വെച്ച് തന്നെ പല നെഗ്ലിജൻസ് കേസുകളും ഇത്തരം ഹൈപ്പുള്ള കേസുകൾ അവസാനിക്കാറുണ്ട്. നിങ്ങൾ കേൾക്കാറുണ്ടാവില്ല, പലപ്പോഴും കേൾക്കാറുണ്ടാവില്ല. പട്ടാമ്പിയിൽ ഒരു കേസ് നടന്നു. ഒരു അമ്മ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രസവ സംബന്ധമായിട്ടൊരു സ്ത്രീ മരിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. വളരെ ഹൈപ്പോട് കൂടിയിട്ട് വന്ന കേസാണ്. അത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഉണ്ടായ, ഡോക്ടർക്ക് പോലും പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ ആ സ്ത്രീ കടന്നുപോയി. അൺഫോർച്ചുനേറ്റ് ആയ ഒരു ഇൻസിഡന്റ്. അത് പ്രിവെന്റബിൾ അല്ലായിരുന്നു. പ്രിവെന്റബിൾ ആയ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ ചികിത്സ നിഷേധിക്കപ്പെടുന്നു. സാധാരണഗതിയിലുള്ള ഡോക്ടർ ചെയ്യേണ്ടുന്ന പ്രവൃത്തി ഡോക്ടർ ചെയ്യാതിരിക്കുന്നു. അത് കാരണം, ആ ഡെറിലക്ഷൻ കാരണം, ആ ചെയ്യാത്തത് കൊണ്ട് ആ രോഗിക്ക് ഡാമേജ് വരുന്നു, അല്ലെങ്കിൽ രോഗിക്ക് ഡെത്ത് ഉണ്ടാവുന്നു. അത് ഇതിന് ഡയറക്റ്റ് കോസേഷൻ, നേരിട്ടുള്ള കാരണമാവുന്നു. എന്നെങ്കിൽ മാത്രമേ അത് നെഗ്ലിജൻസ് എന്ന് പറയാവൂ. ഇപ്പോൾ ഫൈനാൻസ് കൂടുന്നതോടുകൂടി, ഫൈനാൻഷ്യൽ ബർഡൻ കൂടുന്നതോടുകൂടി ഒരു ചികിത്സ നമ്മുടെ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ കേരളത്തിലും ഒക്കെ മറ്റും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കൺസ്യൂമറിന്റെ പെർവ്യൂല് ഡോക്ടർമാർ വന്നതും. ഡോക്ടർ പേഷ്യന്റിനെ കൺസ്യൂമറായിട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഡോക്ടർമാരൊക്കെ ഡിഫെൻസീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അതിന് ചെലവ് ആരെ വഹിക്കുന്നത്? ഇൻഷുറൻസ് കമ്പനിക്കാരും ഈ അതില്ലാത്ത ആളുകൾ വീട് വിറ്റും സ്ഥലം വിറ്റും സാമഗ്രികൾ വിറ്റിട്ടും കാശ് കണ്ടെത്തുന്നു. ഈ ചെലവ് കൂടിയിട്ട് ആളെ തിരിച്ചു കിട്ടാത്ത ആ സാഹചര്യം വരുന്നു. അല്ലെങ്കിൽ രോഗത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ അവർ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന ആരോപണം വ്യാജമായി ഉപയോഗിക്കുന്നു. അത് കണ്ടെത്തണം. അതിനും കൂടിയിട്ടാണ് ഈ ബോർഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. പരമാവധി ഇത്തരം കേസുകൾ ഓട്ടോപ്സി ചെയ്യുമ്പോൾ ഒരു നല്ലൊരു സെൻട്രൽ ഓട്ടോപ്സി ചെയ്യുക, മെഡിക്കൽ കോളേജിൽ തന്നെ ഓട്ടോപ്സി ചെയ്യുക. ഓട്ടോപ്സി ചെയ്യുമ്പോൾ ആ ഡോക്ടറുമായി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സംവദിച്ച് അതിൽ കഴിവുണ്ടോ എന്ന് വ്യക്തമായിട്ട് വേണം ഇത്തരം കേസുകൾ മുന്നോട്ട് പോകുന്നത്. അനാവശ്യമായി ഡോക്ടർമാരെ ക്രൂശിക്കുന്നതിൽ കൂട്ടു നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത് കുറ്റം ചെയ്ത ഡോക്ടറാണെങ്കിൽ ഉറപ്പായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഈ സബ്ജക്റ്റ് 100% കൂടെ നിൽക്കും. സാധാരണ മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിക്കുന്നത് സാധാരണഗതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ കോൺഫിഡൻസ് കൂടിയിട്ട് ചെയ്യുന്ന ഒരു ഓവർ കോൺഫിഡൻ്റ് ആയോടുകൂടി ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ, ഒരു പ്രക്രിയ ചെയ്യുമ്പോഴാണ്. റൈൽസ് ട്യൂബ് ഫീഡിങ് ട്യൂബ് ഇടുക എന്നുള്ളത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഹൗസ് സർജൻസി പീരീഡിൽ ഞങ്ങൾ പുട്ടുപോലിട്ടിരുന്ന സംഭവമാണ്. പക്ഷേ ഇന്ന് ഒരു മാളയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ട്യൂബ്, ഈ റൈൽസ് ട്യൂബ് സിസ്റ്റർമാരിട്ടെന്നാണ് ഡോക്ടർമാർ അവകാശപ്പെടുന്നത്. 4 കൈയും കാലും പിടിച്ചിട്ടാ. പക്ഷെ ആ ട്യൂബ് പോയത് സ്റ്റൊമക്കിലേക്കല്ല, മറിച്ച് ഹൃദയത്തിലേക്ക് എത്തിപ്പോയി. പക്ഷെ അവരൊരു കാര്യം ചെയ്തു, ആ ട്യൂബ് വരുന്ന ഡിസ്ലോഡ് ചെയ്തില്ല, അവിടെ തന്നെ വെച്ചു. എന്നിട്ട് അവർ ഒരു ഹയർ സെന്ററിലേക്ക് റെഫർ ചെയ്തതുകൊണ്ട് ആ പേഷ്യന്റ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അത് എടുക്കുകയായിരുന്നെങ്കിൽ രക്തം മാർന്ന് ആ പേഷ്യന്റ് മരിച്ചു പോയി. അപ്പൊ ഒരു നേച്ചുറൽ ഫ്ലോ ഓഫ് പ്രോസസ്, അതിന് തടസ്സം വരുന്നത് ഡോക്ടർക്ക് ഫീൽ ചെയ്യണം. റൈൽസ് ട്യൂബ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എവിടെ തടസ്സം വരുന്നു, ആ തടസ്സത്തോടെ കുത്തി ബ്രേക്ക് ചെയ്യലാണ്. അത് ഹൃദയത്തിലേക്ക് കടക്കണമെങ്കിൽ അതിൽ ഈസോഫാഗസ് കട്ട് ചെയ്യണം,
അതിൻ്റെ ഉള്ളിലോട്ട് രക്തക്കുഴലിന്റെ ഉള്ളിലേക്ക് കടക്കണം. സുപ്പീരിയർ വീണേക്കാവ എന്ന് പറയുന്ന ഒരു രക്തക്കുഴലിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടാണ് ഹാർട്ടിലേക്ക് എത്തുന്നത്. ബുദ്ധിമുട്ടാണ് എത്തിക്കാൻ. പക്ഷെ CT സ്കാൻ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ആ ട്യൂബ് കെടുക്കുന്ന ആ വഴി CT സ്കാനിലൂടെ വ്യക്തമായിരുന്നു. ഇൻസിറ്റു ആ ഫോട്ടോഗ്രാഫ്സ് കിട്ടി. ഈ ഒരു കേസ് നാഷണൽ കോൺഫറൻസിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു റെസിഡന്റ് പ്രസന്റ് ചെയ്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്തു. അൺയൂഷ്വൽ ആയിട്ട് സംഭവം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം, കെയർലെസ്നെസ് കൂടി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. അതായത് അത് അൺലെസ് അതർവൈസ് പോസിബിൾ, ഒരാളുടെ നെഗ്ലിജൻസ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് വേണം ഇതിനെ കാണാൻ. അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. അത് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വന്നാലും ശരി, നഴ്സുമാരുടെ ഭാഗത്ത് നിന്ന് വന്നാലും ശരി, ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നൈറ്റ് പോസ്റ്റ്മോർട്ടം പോപ്പുലർ ആക്കിയത്, സജീവമാക്കിയത് ഡോക്ടറാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ നൈറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലെ അനിവാര്യതയെ പറ്റിയിട്ട് ഒന്ന് പറയാം. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലല്ല, കേരളത്തില് രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് ഞാനാണ്. ഈ ഫോറൻസിക്കിന്റെ ജോലി എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ ജോലി, എല്ലാ ഡോക്ടർമാരുടെ ജോലിയും ഒരു സമയം നിർത്തി ചെയ്യുന്ന വർക്കല്ല, ക്ലറിക്കൽ വർക്കൊന്നുമല്ല, ഒരു ക്ലിനിക്കൽ വർക്കാണത്. അത് ഒരിക്കലും ഒരു സമയം ക്ലിപ്തമായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു കേസ് പണ്ട് പാലക്കാട് ഒരു മർഡർ കേസ്, രാഷ്ട്രീയ കൊലപാതക ഒരു കേസ്, രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് 3:30 മണിക്ക്. ഒരു വെള്ളം പോലും കുടിക്കാതെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പലപ്പോഴും ഒരു 4 മണിക്കൂർ കേസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുക 8 മണിക്കാണ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഒരിക്കലും ഒരു സമയം ഇന്നത് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് അല്ല ഓട്ടോപ്സി. മാത്രമല്ല, ചില കേസുകളിലൊക്കെ നമുക്ക് സാധാരണഗതിയിൽ 1 മണിക്കൂർ മതി ഒരു ഓട്ടോപ്സി ചെയ്ത് തീർക്കാൻ. ഒരു 2 മണി 3 മണി സമയത്ത് മരണം നടക്കുന്നു. ബന്ധുക്കൾ മുഴുവനും ആ ഷോക്കിൽ നിന്നും വിട്ടുമാറുന്നില്ല. അവർ വീട്ടിലേക്ക് ആ ബോഡി അന്ന് കൊണ്ടുവന്നിട്ട് 4 മണിയാകുമ്പോൾ അവരുടെ മുന്നിൽ മോർച്ചറിയുടെ വാതിൽ അടച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നില്ല ഡോക്ടർ, ഇന്ന് 4 മണിക്ക് അടച്ചു, ഇനി നാളെ കാലത്ത് 9 മണി വരെ ആ കോൾഡ് റൂമിനുള്ളിൽ ആ ബോഡി ഇരിക്കണം. ആ ബന്ധുക്കളുടെ മാനസിക സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. അതിലൊരു മാറ്റം വരുത്തേണ്ടെന്ന ആവശ്യം ദീർഘകാലമായിട്ട് നമ്മളെ കേരളത്തിൽ പൊതുമണ്ഡലത്തിലുള്ളൊരു സംഭവമാണ്. പക്ഷെ സ്റ്റാഫിന്റെ പോരായ്മ, ഡോക്ടർമാരുടെ പോരായ്മ, മറ്റു ഫെസിലിറ്റീസിന്റെ പോരായ്മ, ഇന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. സർക്കാരും പ്രോ ആക്റ്റീവ്ലി ഇടപെടുന്നില്ല, അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ടാണ് ഒരു സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത് എങ്ങനെ പ്രാബല്യത്തിൽ വരുത്താം. ഈ 24 hours ഓട്ടോപ്സിയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. ഇപ്പൊ പൊള്ളാച്ചിയിലത്തെ അപകടം നമുക്കറിയാം. കളക്ടർ സ്പെഷ്യൽ ഓർഡർ ഇട്ടിട്ടാണ് കേസുകൾ ചെയ്യുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കളക്ടർക്കല്ല, കേരളത്തിലെ സിറ്റുവേഷൻ വെച്ചിട്ട് കളക്ടർക്ക് ഓർഡർ ഇട്ടിട്ട് കാര്യമില്ല. മന്ത്രിസഭ ഒരു ചെറിയൊരു മന്ത്രിസഭയുടെ 2 പേര് മന്ത്രിമാരടങ്ങുന്ന ഒരു സമിതി ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ചീഫ് സെക്രട്ടറിയുടെ ഇപ്പൊ നിലവിൽ സാഹചര്യം കോടതി നൈറ്റ് ഓട്ടോപ്സി കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധി 2021 ആണെന്ന് തോന്നുന്നു വന്നു. അതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ രാത്രികാല പോസ്റ്റ്മോർട്ടം കേരളത്തിൽ നടപ്പിലാക്കിക്കൊള്ളാൻ കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോസ്റ്റ്മോർട്ടം സമയം 7 മണി വരെ 8 മണി വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പൊ തൃശ്ശൂർ വളരെ ഭംഗിയായി നടക്കുന്നു. അതുകൊണ്ട് ആ ഉറ്റവർക്ക് കണ്ണീരുമായി മോർച്ചറിയുടെ മുന്നിൽ ഇരിക്കുന്ന സാഹചര്യം ഇപ്പൊ ഇല്ല. പല രീതിയിലുള്ള മരണങ്ങളാണ് നടക്കുന്നത്. പക്ഷെ വളരെയധികം ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുള്ള ഒരു മർഡർ പോലെയുള്ള അല്ലെ റേപ്പ് പോലെയുള്ള അസ്വാഭാവിക മരണങ്ങൾ, വളരെ സംശയം ജനിപ്പിക്കുന്നതുമായ അസ്വാഭാവിക മരണങ്ങൾ, ഇതൊന്നും രാത്രികാലത്ത് ചെയ്യുന്നില്ല. അതിനുള്ള സാഹചര്യം അത്രത്തോളം നമ്മൾ ആയിട്ടില്ല. അതുകൊണ്ട് അത്തരം കേസുകൾ മാറ്റിവെച്ചുകൊണ്ട് സാധാരണ കേസുകൾ ഇപ്പൊ ഈ കൊടുങ്ങല്ലൂരിൽ നടന്ന ഓട്ടിസ്റ്റിക് കുട്ടിയുടെ മരണം അത് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു 5 മണി സമയത്ത്. അപ്പോൾ ഡോക്ടർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെറിയ സംശയങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉടനെ ബോഡി കയറ്റി വയ്ക്കുക, നാളെ ഞാൻ വന്നിട്ട് ചെയ്തോളാം. അത്തരം കേസുകൾ രാവിലെ മാത്രമേ ചെയ്യൂ. അതിന് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്.
രാത്രി ചെയ്യാൻ അതിനുള്ള സ്റ്റാഫുകളോ മറ്റോ നമുക്കില്ല. അപ്പൊ അത് മാത്രമല്ല, ലൈറ്റിൽ മാത്രം വ്യക്തമാവാത്ത കുറെ കാര്യങ്ങളുണ്ടാവും ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ. അപ്പൊ നേച്ചർ ലൈറ്റിന്റെ ഒരു മിക്സ്ചറും കൂടി ആവശ്യം വന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളത് ഡേ ലൈറ്റിൽ തന്നെ ചെയ്യുകയും, അല്ലെങ്കിൽ മറ്റു ഇപ്പോൾ ആക്സിഡന്റ് കേസുകൾ, ട്രീറ്റഡ് കേസുകൾ, അങ്ങനത്തെ വ്യക്തമായിട്ട് മരണകാരണവും സാഹചര്യവും വ്യക്തമായ കേസുകൾ നമ്മൾ രാത്രി കാലത്തും ചെയ്തു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഈ മോർച്ചറിയിൽ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് ഉള്ളത്? നമ്മൾ ദൃശ്യം സിനിമയിൽ കാണുന്ന പോലെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന ഇടമാണോ മോർച്ചറി എന്ന് പറയുന്നത്? ഇന്നത്തെ സാഹചര്യത്തിൽ മോർച്ചറിയുടെ സുരക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടർമാരും ജീവനക്കാരും തന്നെയാണ്. അതിനുള്ളിലേക്ക് മറ്റുള്ളവർക്കുള്ള പ്രവേശനം നിഷേധിക്കുന്നതും മോർച്ചറിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. അപ്പൊ സ്റ്റാഫിലുള്ള വിശ്വാസമാണ് ഇപ്പൊ എന്നെ ഈ നിമിഷം പോലും നിങ്ങളുടെ മുന്നിൽ ഇത്ര സമയം ഇരുത്താൻ പ്രേരിപ്പിച്ചതും എൻ്റെ സ്റ്റാഫിലുള്ള എനിക്ക് വിശ്വാസമാണ്. പതിറ്റാണ്ടുകളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സാണ്. അതിനുള്ളിൽ ഒരു വിള്ളൽ വീഴാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, മെഡിക്കൽ കോളേജുകളിൽ സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ദൃശ്യം സിനിമയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിന്റെ മോർച്ചറികളിൽ ഇല്ല. ഒരു CCTV ക്യാമറയുടെ ഒരു കവറേജ്, ഒരു പോലീസിന്റെ സാന്നിധ്യം, ഓരോ ബോഡികളും കൊണ്ടുവരുമ്പോൾ ഒരു പോലീസ് ഓഫീസറെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ആ പോലീസ് ഓഫീസറുടെ ഉത്തരവാദിത്തമായിരിക്കണം അത്. അപ്പൊ ആ ബോഡി സൂക്ഷിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമായിരിക്കണം. ഒരു എക്സ്ഹ്യൂമേഷൻ ദൃശ്യത്തിൽ കണ്ട പോലെ എക്സ്ഹ്യൂം ചെയ്തിട്ടുള്ള ഒരു ബോൺ സെറ്റ് കൊണ്ടുവരുമ്പോൾ അത് സാധാരണഗതിയിൽ ഇന്ന് ദൃശ്യം സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത്. അതായത് ജിത്തു എന്നോടുമായി സംസാരിച്ചിട്ട് തന്നെയാണ് അത്തരം ഒരു സ്ക്രിപ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയത്. ഇത്തരം ബോണുകൾ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഡോക്ടർ വീട്ടിലേക്ക് ഇറങ്ങി പോകും. അറ്റൻഡർ എടുത്ത് പറയും നിങ്ങളെ ബോഡി അല്ലെങ്കിൽ ബോൺ മോർച്ചറിയിൽ വെച്ചോളൂ, നാളെ വന്ന് പോലീസിനോട് പറഞ്ഞ് നിങ്ങൾ പൊക്കോളൂ, നാളെ വന്ന് പരിശോധിച്ചിട്ട് റിസൾട്ട് തരാമെന്ന് പറയും. അപ്പൊ ആരും ഇത് മാറ്റാൻ പറ്റുന്നൊരു സംഭവമാണെന്നും ദൃശ്യം സിനിമ കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അത് അവിടേക്ക് മാറ്റാൻ പോകാൻ പറ്റുന്നു പോലും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളുടെ സ്റ്റാഫിലുള്ള വിശ്വാസം, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാഫിലുള്ള വിശ്വാസം തന്നെയാണ് പ്രാധാന്യം. അവിടെ ഒരു ഈച്ച കടക്കാൻ നമ്മളെ സ്റ്റാഫ് അനുവദിക്കില്ല. അതുകൊണ്ട് തിയറിറ്റിക്കലി ദൃശ്യ സിനിമ പറഞ്ഞ പോലെ പോസിബിൾ ആണെങ്കിലും പ്രാക്ടിക്കലി ആ സ്റ്റാഫിന് മദ്യവും മറ്റും കൊടുത്ത് മയക്കി അയാളെ വശത്താക്കി ഒരാൾക്ക് അതിൽ കയറ്റി വയ്ക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല. കാരണം ആ സ്റ്റാഫിനെ നമ്മൾ ഓരോ ദിവസവും മോണിറ്റർ ചെയ്യാണ്. അപ്പൊ ആ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ് അഡിക്ഷനോ മറ്റു ആൾക്കാരുടെ അതായത് അമിതമായ ബന്ധങ്ങളോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അയാളെ സംശയത്തോടെ വീക്ഷിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല. പക്ഷെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, തർക്കമില്ല. അത് ദൃശ്യ സിനിമ കാണിച്ചതൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ആണ്. അത് പ്രകാരം വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. CCTV ക്യാമറകളും ഒപ്പം പോലീസിന്റെ സാന്നിധ്യവും. ഇപ്പൊ ഡേ ടൈമിൽ മാത്രം പോലീസിന്റെ ഒരു ലൈസൻസിന്റെ സാന്നിധ്യം എനിക്ക് മോർച്ചറിയിലുള്ളൂ. രാത്രി സമയങ്ങളിലും എല്ലാം വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് തന്നെയാണ്. ദൃശ്യം 2മായി ബന്ധപ്പെട്ടിട്ട് സംവിധായകൻ ഡോക്ടർ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദൃശ്യം 3യുടെ ക്ലൈമാക്സ് സാറിന്റെ കയ്യിലുണ്ടോ? ജിത്തു എൻ്റെ നല്ല സുഹൃത്താണ്. ജിത്തുവിന്റെ ആദ്യത്തെ പടം മുതൽ 2004 ഡിറ്റക്റ്റീവ് മുതൽ ജിത്തുവിന് സ്ക്രിപ്റ്റിൽ വരുന്ന സംശയങ്ങൾ, പ്രത്യേകിച്ചും ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെടുന്ന സംശയങ്ങൾ അതാത് സമയത്ത് തന്നെ വിളിച്ച് സംശയം ദൂരീകരിക്കാറുണ്ട്. ഹീസ് എ ബ്രില്യൻ്റ് ഡയറക്ടർ. വളരെയധികം റിസർച്ച് ചെയ്ത് ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഓരോ ചെറിയ കാര്യങ്ങളും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് സയന്റിഫിക് ഗ്രൗണ്ട് വേണ്ടി വരും. അപ്പൊ എല്ലാ കേസുകളും ജിത്തുവിന്റെ ഓരോ സിനിമകൾ എടുത്തോളൂ, അതിലെല്ലാം സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ കുറച്ച് സിനിമാറ്റിക് ആകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും. സിനിമയായിട്ട് തന്നെ കാണണം, അത് വേറൊരു കാര്യം.
പക്ഷെ സിനിമ ഒരു സിനിമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില ചേഞ്ചസുകൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ജിത്തു ഏതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചതെന്ന് എനിക്ക് വ്യക്തം. അതൊരു സിനിമ രഹസ്യം കൂടിയാണല്ലോ. അതുകൊണ്ട് അത് മുഴുവനും വെളിപ്പെടുത്താൻ അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വലിയൊരു പ്രൊജക്റ്റാണ്. അത് നന്നായിട്ട് പോട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളോടൊപ്പം ഇത്ര നേരം സംബന്ധിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഡോക്ടർ. അവസാനമായി സമൂഹത്തിനോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ മെഡിസിനും ശാസ്ത്ര ശാഖ എല്ലാം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റിയാണ്. സമൂഹത്തിൻ്റെ നല്ലത് മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ് പൊതുവെ എല്ലാ സയൻറ്റിഫിക് എക്സ്പേർട്ടുകളും. അതേപോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒന്ന് തന്നെയാണ് ഫോറൻസിക് മെഡിസിൻ. ഫോറൻസിക് മെഡിസിന് സമൂഹത്തിൻ്റെ റോള് കമ്മ്യൂണിറ്റി ഫോറൻസിക്സ് എന്ന് പറഞ്ഞ പോലെ ഉള്ള ഫോറൻസിക് കെയർ കിട്ടാത്ത കുറേ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് മോർച്ചറി. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും, എല്ലാ അനാചാരങ്ങളും, എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങളും എല്ലാം മോർച്ചറിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. മോർച്ചറി എന്ന് പറയുന്നൊരു പാഠപുസ്തകമാണ്. അപ്പോൾ സമൂഹത്തിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ തടയുവാൻ, ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവരുതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം. ഡോക്ടർക്ക് മാത്രമായിട്ട് ഒന്നും സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുകയില്ല. സമൂഹത്തിൽ നിങ്ങളടങ്ങുന്ന സമൂഹം എന്ന് പറയുന്നത് അതിലൊരു ഭാഗം മാത്രമാണ് ഫോറൻസിക് മെഡിസിൻ. നമ്മൾ ഒരുമിച്ച് കാണിക്കുന്ന ഫോറൻസിക് മെഡിസിനിലൂടെ കാണിക്കുന്ന വഴി അത് വളരെ നന്നായിട്ട് സമൂഹത്തിൽ എത്തിക്കാനും ഇത്തരം കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് ഒന്നിച്ച് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു.